ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസൂലുസ് സലാസ പഠനം തുടരുകയാണ്. 3 അടിസ്ഥാന തത്വങ്ങൾ. ഇൻഷാ അല്ലാഹ്. ബാറക്കല്ലാഹു ഫീക്കും. ഖബറിലെ ആ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുള്ള വിജ്ഞാനങ്ങൾ. അതിൽ നമ്മൾ മൻ റബ്ബുക, നിൻ്റെ റബ്ബ് ആരാണ് എന്ന് ചോദിച്ചാൽ അള്ളാഹു ആണ് എന്ന് ഉത്തരം പറയണമെങ്കിൽ നമുക്ക് വിജ്ഞാനങ്ങൾ അറിയണം. ബാറക്കല്ലാഹു ഫീക്കും. ഇല്ലെങ്കിൽ നമുക്ക് മൻ റബ്ബുക എന്ന് ചോദിച്ചാൽ അള്ളാഹു എന്ന് ഖബറിൽ ഉത്തരം പറയാൻ സാധിക്കുകയില്ല. ഇനിയുള്ള അധ്യായം അൽ ഇസ്ലാം, അൽ ഈമാൻ, അൽ ഇഹ്സാൻ. അതിൻ്റെ ഓരോന്നിൻ്റെയും തെളിവുകൾ. വ അൻവാഉൽ ഇബാദത്തില്ലത്തി അമറല്ലാഹു ബിഹ മിസ്ലുൽ ഇസ്ലാമി വൽ ഈമാനി വൽ ഇഹ്സാനി. അള്ളാഹ് കൽപ്പിച്ച എല്ലാതരം ആരാധനയുടെ ഇനങ്ങളും ഇതിൽപ്പെടും. അതായത് അൽ ഇസ്ലാം, അൽ ഈമാൻ, അൽ ഇഹ്സാൻ. ഇതിൻ്റെ വിശദീകരണം ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുല്ല ഉദാഹരണങ്ങൾ പറഞ്ഞത് അത് ഉദാഹരണങ്ങളുടെ കാഴ്ചപ്പാടിലാണ്, അല്ലാതെ അതിനെ പരിമിതപ്പെടുത്തുന്നതിൻ്റെ കാഴ്ചപ്പാടിലല്ല. ബാറക്കല്ലാഹു ഫീക്കും. കാരണം ആരാധന എന്ന കർമ്മം ഇതിനേക്കാൾ കൂടുതലുണ്ട്. ഇതിൽ മാത്രം പരിമിതപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ പരിമിതപ്പെടുത്താൻ വേണ്ടിയുള്ള ഉള്ള കാരണം കൊണ്ടല്ല ഷെയ്ഖുൽ ഇസ്ലാം ഇവിടെ ഇത് പറഞ്ഞത്, പക്ഷേ ഉദാഹരണങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഈ ഒരു പ്രബന്ധത്തിൽ, ഈ ചെറിയ പ്രബന്ധത്തിൽ, ചുരുങ്ങിയ പ്രബന്ധത്തിൽ എല്ലാം പറയാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഉദാഹരണങ്ങൾ പറഞ്ഞത്. ഷെയ്ഖുൽ ഇസ്ലാമിന് വേറെ തന്നെ ഒരു പുസ്തകത്തിൽ അതിൻ്റെ പേരാണ് അൽ ഉബൂദിയ. ഇതൊരു ആരാധനയെക്കുറിച്ചുള്ളൊരു ഗവേഷണ പുസ്തകമാണ്. അതിൽ ആരാധനയുടെ വിവിധ ഇനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. അതിൽ അദ്ദേഹം സൂഫികൾക്ക് സംഭവിച്ച പിഴവുകളും അതിൻ്റെ വിശദീകരണങ്ങളും നൽകിയിട്ടുണ്ട്. ഈ പുസ്തകം അൽ ഉബൂദിയ അതൊരു വിലപ്പെട്ട പ്രബന്ധമാണ്. അത് മതവിദ്യാർത്ഥികളെല്ലാം വായിക്കൽ ആവശ്യമാണ്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന അൽ ഇസ്ലാം, അൽ ഈമാൻ, പിന്നെ അൽ ഇഹ്സാൻ, ഈ 3 ആരാധനയുടെ ഏറ്റവും ഉയർന്ന തരങ്ങളാണ്. അൽ ഇസ്ലാം, അൽ ഈമാൻ, അൽ ഇഹ്സാൻ. അതിൻ്റെ വിശദീകരണം ശേഷം വരും ഇൻഷാ അല്ലാഹ്. അത് നമ്മൾ രണ്ടാമത്തെ തത്വം പറയുമ്പം, അതിൻ്റെ രണ്ടാമത്തെ ഉസൂല് പറയുമ്പം അതിൻ്റെ വിശദീകരണം വരും. ഈ 3ൻ്റെയും അൽ ഇസ്ലാം, അൽ ഈമാൻ, അൽ ഇഹ്സാൻ. ബാറക്കല്ലാഹു ഫീക്കും. അപ്പം നമ്മളിവിടെ ആദ്യത്തെ തത്വമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മൻ റബ്ബുക എന്ന് പറഞ്ഞാൽ അള്ളാഹു. ഇവിടെ ഷെയ്ഖുൽ ഇസ്ലാം അൽ ഇസ്ലാം, അൽ ഈമാൻ, അൽ ഇഹ്സാൻ എന്ന് പറയാൻ കാരണം അത് ആരാധനയുടെ ഇനങ്ങളിൽ പെട്ടത് കൊണ്ടാണ്. അൽ ഇസ്ലാമിന് 5 സ്തംഭങ്ങളുണ്ട്. നമുക്കറിയാമല്ലോ, ഇസ്ലാം കാര്യങ്ങൾ 5ആണ്. അത് ഏതൊക്കെ? 2 ഷഹാദ, നിസ്കാരം നിലനിർത്തുക, സക്കാത്ത് കൊടുക്കുക, റമളാനിൽ നോമ്പ് നോക്കുക, പിന്നെ ഹജ്ജ് കർമ്മം ചെയ്യുക. ഇതെല്ലാം സാമ്പത്തികവും ശാരീരികവുമായ ആരാധനാ കർമ്മങ്ങളാണ്. അതേപോലെ അൽ ഈമാനിന് 6 സ്തംഭങ്ങളുണ്ട്. നമുക്കറിയാം, ഈമാൻ കാര്യങ്ങൾ 6 അതെന്താണ്? ഹൃദയത്തിൻ്റെ കർമ്മമാണ്. ഇസ്ലാം കാര്യങ്ങൾ അതിൽ സാമ്പത്തികവും ശാരീരികവുമായ ആരാധനയുണ്ട്. ഈമാൻ കാര്യങ്ങളോ അത് ഹൃദയത്തിലുള്ള വിശ്വാസം, ഹൃദയത്തിൻ്റെ കർമ്മമാണ്. അതേതൊക്കെ? അള്ളാഹുവിൽ വിശ്വസിക്കുക, അവൻ്റെ മലക്കുകൾ വിശ്വസിക്കുക, അവൻ്റെ കിതാബുകളിൽ വിശ്വസിക്കുക, അവൻ്റെ ദൂതന്മാരിൽ വിശ്വസിക്കുക, അവസാന നാളിൽ വിശ്വസിക്കുക,
ഖൈറും ഷർറുമായ അള്ളാഹുവിൻ്റെ ഖദറിൽ വിശ്വസിക്കുക. ഇത് ഹൃദയത്തിൻ്റെ ആരാധനയാണ്. ബാറക്കല്ലാഹു ഫീക്കും. ഇത് ഹൃദയത്തിൻ്റെ കർമ്മങ്ങളാണ് ഈമാൻ കാര്യങ്ങൾ. പിന്നെ അൽ ഇഹ്സാൻ, അതിന് ഒരു സ്തംഭമാണുള്ളത്. അതേതാ? നീ അള്ളാഹുവിനെ ആരാധിക്കണം അവൻ നിന്നെ കാണുന്നത് പോലെ. നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ തീർച്ചയായും കാണുന്നുണ്ട്. ഇതാണ് ആരാധനയുടെ ഏറ്റവും ഉയർന്ന അവസ്ഥ. കാരണം അൽ ഇഹ്സാൻ ആരാധനയുടെ ഏറ്റവും ഉയർന്നതിനാണ്. ഇതിനെക്കുറിച്ചാണ് പറയുന്നത് മതത്തിൻ്റെ തട്ടുകൾ. കാരണം ഇത് മൂന്നും ഒരുമിച്ച് ആണ് മതത്തെ ഉണ്ടാക്കുന്നത്. കാരണം ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദ്യരൂപത്തിൽ ചോദിച്ച ഹദീസുണ്ട്, സഹാബത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ സാന്നിധ്യത്തിൽ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇതിൽ മൂന്നും പെട്ടു: അൽ ഇസ്ലാം, അൽ ഈമാൻ, അൽ ഇഹ്സാൻ. ഇത് മൂന്ന് പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഹാദാ ജിബ്രീലു അതാക്കും യുഅല്ലിമുക്കും അമറദീനുക്കും. ഇത് ജിബ്രീലാണ്, അദ്ദേഹം വന്നത് നിങ്ങളുടെ മതം പഠിപ്പിക്കാനാണ്. അപ്പോൾ ഈ മൂന്നും മതമാണെന്നാണ് നമുക്ക് ഈ ഹദീസിൽ നിന്ന്, ഇതിന് ഹദീസ് ജിബ്രീൽ എന്ന് പറയാം, ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ദീൻ, മതം എന്ന് പറഞ്ഞാൽ എന്താ? അത് ഈമാൻ കാര്യങ്ങൾ, ഇസ്ലാം കാര്യങ്ങളും അൽ ഇഹ്സാനുമാണ്. ഈ മൂന്നുമാണ് മതം. ഇനി ദുആ, അതിൻ്റെ ഇനങ്ങളും തെളിവുകളും. അപ്പോൾ ഈ ഷെയ്ഖ് ഫൗസാൻ പറഞ്ഞ മാതിരി ഹഫിദഹുല്ല, ഇതിന് കൂടുതൽ വിശദീകരിച്ചിട്ട് അൽ ഇസ്ലാം, അൽ ഈമാൻ, അൽ ഇഹ്സാൻ കൂടുതൽ വിശദീകരിച്ചിട്ട് ഇൻഷാ അല്ലാഹ് രണ്ടാമത്തെ തത്വം പറയുന്നിടത്ത് പറയും. ഇനി ദുആവും അതിൻ്റെ ഇനങ്ങളും തെളിവുകളും. വമിൻഹു ദുആഉ വൽ ഖൗഫു വർ റജാഉ വൽ തവക്കലു വർ റഗ്ബത്തു വർ റഹബത്തു വൽ ഖുശൂ വൽ ഇനാബത്തു വൽ ഇസ്തിയാനത്തു വൽ ഇസ്തിയാസത്തു അദ്ദബ്ഹു വൻ നദറു വഗൈറു ദാലിക മിൻ അൻവാഇൽ ഇബാദത്തി അല്ലതി അമറല്ലാഹു ബിഹാ കുല്ലുഹാ ലില്ലാഹി തആല. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ അതിൽപ്പെട്ടതാണ് അദ്ദുആ, അതായത് പ്രാർത്ഥന. അൽ ഖൗഫ്, അത് ഭയം. അർ റജാ, പ്രതീക്ഷ. അൽ തവക്കുൽ, ഭരമേൽപ്പിക്കൽ. അർ റഗ്ബ, ആഗ്രഹം. അർ റഹബ, ഭീതി. അൽ ഖുശൂ, താഴ്മ. അൽ ഖുശ്യ, പേടി. അൽ ഇനാബ, പാശ്ചാത്തപിച്ചു മടങ്ങൽ. അൽ ഇസ്തിയാന, സഹായം തേടൽ. അൽ ഇസ്തിയാദ, അഭയം തേടൽ. അൽ ഇസ്തിഗാസ, പ്രതിസന്ധി ഘട്ടത്തിൽ സഹായം തേടൽ. അദ്ദബ്ഹ, അറുക്കൽ. അന്നദർ, ശപഥം ചെയ്യൽ. ഇതല്ലാത്തതും പല ഇനങ്ങളും ഇനങ്ങളുണ്ട്, ആരാധനയുടെ ഇനങ്ങൾ. അതെല്ലാം അള്ളാഹു കൽപ്പിച്ചതാണ്. ഈ ആരാധനകളെല്ലാം അള്ളാഹുവിന് മാത്രമാണ് എന്നത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഇതിൻ്റെ വിശദീകരണം ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞത്, അതിൽപ്പെട്ടതാണ് ദുആ, പ്രാർത്ഥന. അതിനർത്ഥം ആരാധനയുടെ ഇനങ്ങളിൽപ്പെട്ടതാണ് അദ്ദുആ. അദ്ദേഹം ആരംഭിച്ചത് ദുആ കൊണ്ടാണ്. കാരണം അതാണ് ഏറ്റവും മഹത്തായ ആരാധന. ഏറ്റവും മഹത്തായ ആരാധന അത് ദുആ ആണ്. ആ ദുആ ആരാധനയുടെ ഇനങ്ങളിൽപ്പെട്ടതാണ്. ഇനി ദുആ രണ്ടിനങ്ങളുണ്ട്. ആരാധനയുടെ ദുആവും അപേക്ഷിക്കലിൻ്റെ ദുആവും. ആരാധനയുടെ ദുആ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനെ സ്തുതിക്കലാണ്. അത് ഫാത്തിഹയുടെ തുടക്കത്തിൽ നമുക്ക് കാണാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ റഹ്മാനിർ റഹീം
മാലിക് യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അപ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, എല്ലാ സ്തുതിയും സർവസ്തുതിയും നന്ദിയും അള്ളാഹുവിനാകുന്നു. ലോകങ്ങളുടെ റബ്ബായ അള്ളാഹുവിന്, പരമകാരുണികനും കരുണാനിധിയും, ഖിയാമത്ത് ഉടമസ്ഥൻ. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇതെല്ലാം ആരാധനയുടെ ദുആണ്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മുതൽ വ ഇയ്യാക നസ്തഈൻ എന്നുള്ളത് ആരാധനയുടെ ദുആണ്, ദുആഉൽ ഇബാദ. ഇനി ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നീ ഞങ്ങൾക്ക് ഹിദായത്ത് നൽകണേ നേരായ ചൊവ്വായ മാർഗത്തിൽ. ഇത് മുതൽ സൂറത്തിൻ്റെ അവസാനം വരെ ഇതാണ് ദുആഉൽ മസ്അല, അപേക്ഷിക്കുന്ന ദുആ. ഇവിടെ നമ്മൾ അപേക്ഷിക്കുകയാണ്, തേടുകയാണ് അള്ളാഹുവിനോട് നമ്മൾ ഹിദായത്ത് തേടുകയാണ്, ഉപജീവനം തേടുകയാണ്, വിജ്ഞാനം തേടുകയാണ്, തൗഫീഖ് വിജയം തേടുകയാണ്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഇവിടെ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം മുതൽ വലല്ലാലീൻ വരെ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. അപ്പോൾ അതാണ് ദുആ, അപേക്ഷയുടെ ദുആ. അതിന് മുമ്പുള്ള അൽഹംദുലില്ലാ മുതൽ ഇയ്യാക നസ്തഈൻ വരെ എന്താണ്? ദുആഉൽ ഇബാദയാണ്. എന്ത്? ആരാധനയുടെ ഇബാദ. അവിടെ നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. ബാറക്കല്ലാഹു ഫീക്കും. വദ്ദലീലു ഖൗലുഹു തആല വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. ഇതിനുള്ള തെളിവ് അള്ളാഹു പറഞ്ഞു, മസാജിദുകൾ അള്ളാഹുവിന് മാത്രമുള്ളതാണ്, അതുകൊണ്ട് അള്ളാഹുവിന് പുറമെ വേറെ ഒരാളെയും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത്. ഇത് സൂറത്തുൽ ജിന്ന് 72-ാം അധ്യായം 18-ാം വചനമാണ്. അൽ മസാജിദ് എന്നത് ഇവിടെ ഉദ്ദേശം സുജൂദിൻ്റെ സ്ഥലങ്ങളാണ്. ജനങ്ങൾ സുജൂദ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് നിസ്കരിക്കുമ്പോൾ. അത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളാണ്. അങ്ങനെ ഹദീസിൽ വന്നിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ബന മസ്ജിദൻ ലില്ലാഹി കമഫ്ഹസി ഫതാത്തിൻ ഔ അസ്ഗറ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി ഒരു മസ്ജിദ് ഉണ്ടാക്കിയാൽ അള്ളാഹു അവന് സ്വർഗത്തിൽ ഒരു വീടുണ്ടാക്കും. അള്ളാഹു പറഞ്ഞു, ഇന്നമാ യഉമുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അള്ളാഹുവിൻ്റെ മസാജിദുകൾ പരിപാലിക്കുന്നത് അള്ളാഹുവിൽ വിശ്വസിക്കുകയും അന്ത്യദിനത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവർ മാത്രമാണ്. ഇത് സൂറത്ത് തൗബ 9-ാം അധ്യായം 18-ാം വചനമാണ്. അപ്പോൾ ഇവിടെ പരിപാലിക്കുക എന്നുകൊണ്ട് ഉദ്ദേശം യഥാർത്ഥ പരിപാലനയാണ്. അതായത് അതിനെ ഉണ്ടാക്കുക, മണ്ണ് കൊണ്ടുണ്ടാക്കുക. അങ്ങനെ ആരാധന ചെയ്യുന്നവർക്ക് അതിൽ ആരാധന ചെയ്യാൻ പറ്റും. അത് ചൂടിൽ നിന്നൊരു തണലായിരിക്കും. അല്ലെങ്കിൽ തണുപ്പുണ്ടെങ്കിൽ അത് നമുക്ക് ഉള്ളിൽ ചൂട് തരും. ഇനി പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ അത് ആരാധന കൊണ്ടുമാണ് അതിൽ മസ്ജിദിൽ നിസ്കരിക്കുന്നത്, ഖുർആൻ പാരായണം ചെയ്യുന്നത്, അള്ളാഹുവിനെ ഓർക്കുന്നത്. മസ്ജിദ് കൊണ്ട് ഉദ്ദേശം ശരീരത്തിൻ്റെ 7 അവയവങ്ങൾ സുജൂദ് ചെയ്യുന്നതാണ്. ആ സ്ഥലം, ആ സുജൂദ് ചെയ്യുന്ന ആ അവയവങ്ങൾ 7 അവയവങ്ങൾ അതേതൊക്കെ? നെറ്റി, മൂക്ക്, 2 കൈ, 2 മുട്ട്, 2 കാലിൻ്റെ 2 വിരൽ. കാരണം ഇതെല്ലാം അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുകയാണ്. അപ്പോൾ ഈ വചനം ഇതെല്ലാം ഉൾപ്പെടും. വഅന്നൽ മസാജിദ ലില്ലാഹ്, മസ്ജിദുകൾ അള്ളാഹുവിനാണ്. അതിനർത്ഥം സുജൂദ് ചെയ്യുന്ന സ്ഥലങ്ങൾ, അതേപോലെ അവയവങ്ങൾ സുജൂദ് ഉപയോഗിക്കുന്നത് അള്ളാഹുവിന് വേണ്ടി.
ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കൂടെ ഒരാളെയും നീ വിളിച്ചു പ്രാർത്ഥിക്കരുത്. ഇതെല്ലാം ആ സൂറത്തിലുള്ളതിനെ നമ്മൾ ആവർത്തിച്ച് വായിക്കുകയാണ്. സൂറത്തുൽ ജിന്ന് 72-ാം അധ്യായം 18-ാം വചനം. അതുകൊണ്ട് മസ്ജിദുകളെ ഷിർക്കിൻ്റെ സ്ഥലങ്ങളും ആക്കരുത്. അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരെ വിളിക്കുന്ന അവസ്ഥയിൽ വരരുത് മസ്ജിദുകൾ. അതിൽ ബിദ്അത്തുകൾ വരരുത്, പുതുതായി ഉണ്ടാക്കിയത് വരരുത്. സൂഫികളുടെ ബിദ്അത്തുകളായ ഹൽക്കകൾ ഉണ്ടാകരുത്. അതുകൊണ്ട് നിർബന്ധമാണ് മസ്ജിദുകൾ ബിദ്അത്തുകളിൽ നിന്നും ഷിർക്കിൽ നിന്നും അള്ളാഹുവിനോടുള്ള അനുസരണക്കേടിൽ നിന്നും ശുദ്ധീകരിക്കുക. കാരണം മസ്ജിദുകൾ അള്ളാഹുവിനാണ്. അതിൽ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അള്ളാഹുവിന് പുറമെ വേറെ ആരെയും ഈ മസ്ജിദുകളിൽ വിളിച്ച് പ്രാർത്ഥിക്കരുത്. നിങ്ങളുടെ അവയവങ്ങൾ അള്ളാഹുവിനല്ലാത്തവർക്ക് വേണ്ടി ഉപയോഗിക്കരുത് സുജൂദ് ചെയ്തുകൊണ്ട്. കാരണം അത് വലിയ ഷിർക്കാണ്, ഷിർക്കുൽ അക്ബറാണ്. അത് ഖബറിന് വേണ്ടി സുജൂദ് ചെയ്യുന്നത് പോലെയാണ്, വിഗ്രഹത്തിന് സുജൂദ് ചെയ്യുന്നത് പോലെയാണ്. അത് അള്ളാഹുവിന് പുറമെ മറ്റുള്ളവർക്ക് സുജൂദ് ചെയ്യുന്നത് പോലെയാണ്. അതാണ് അള്ളാഹു പറഞ്ഞത്, ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. അള്ളാഹുവിൻ്റെ കൂടെ ഒരാളെയും, അഹദ എന്ന് പറഞ്ഞാൽ ഒരാളെയും, ഒരു വസ്തുവിനെയും അള്ളാഹുവിൻ്റെ കൂടെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത്. ഇതൊരു കൽപ്പനയാണ്. പ്രാർത്ഥനയിൽ ശുദ്ധീകരണത്തിന് വേണ്ടി, പ്രാർത്ഥന അള്ളാഹുവിന് വേണ്ടി മാത്രമാക്കാൻ അവൻ്റെ വചനം അഹദൻ, ഒരാളെയും. ഇത് പൊതുവായിട്ട് എല്ലാം ഉൾപ്പെടും. അള്ളാഹുവിന് പുറമേ വിളിക്കപ്പെടുന്നത്, അതൊരു മലക്കാകട്ടെ, അതൊരു നബിയാകട്ടെ, അതൊരു ഔലിയാകട്ടെ, അതൊരു മരമാകട്ടെ, അതൊരു കല്ലാകട്ടെ, എല്ലാം പൊതുവായിട്ട് ഉൾപ്പെടും അള്ളാഹുവിന് പുറമേ വിളിക്കപ്പെടുന്നത്. അത് വലിയ ഷിർക്കുൽ അക്ബറാണ്. ബാറക്കല്ലാഹു ഫീക്കും. നമുക്കവിടെ നിർത്താം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.